ഹായ് പാട്രിയറ്റ് ഇതൊരു വലിയ സിനിമയാണ്. മലയാളത്തിന്റെ മഹാനടന്മാർ ഒന്നിക്കുന്ന സിനിമയാണ്. അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ്. കൂടാതെ ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ, നയൻതാര, ദർശന, അങ്ങനെ വലിയൊരു താരനിര ഒന്നിക്കുന്ന സിനിമയാണ്. മഹേഷ് നാരായണനാണ് സിനിമയുടെ സംവിധായകൻ. 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന, കൃത്യമായി പറഞ്ഞാൽ 140 കോടിയാണ് ബഡ്ജറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ്. പക്ഷെ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഹൈപ്പോ വലിയ രീതിയിലുള്ള പരസ്യമോ ഒന്നുമില്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരേണ്ട സിനിമയാണ് ഈ പറയുന്ന പാട്രിയോട്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സിനിമയിലുണ്ട്. ബഡ്ജറ്റ് വെച്ചിട്ടായാലും താരങ്ങളുടെ വലുപ്പം വെച്ചിട്ടായാലും എല്ലാ രീതിയിലുള്ള വലുപ്പവും ആ സിനിമയ്ക്കുണ്ട്. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല. ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ഈ സിനിമ ഒരു മികച്ച സിനിമയായിരിക്കും എന്ന് വെച്ച് സിനിമയ്ക്ക് പരസ്യം കൊടുക്കാതിരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. സിനിമയെ അത് വളരെയേറെ മോശമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമ വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് ആശീർവാദ് സിനിമാസ് കൊടുത്ത ഒരു പരസ്യ തന്ത്രമുണ്ട്, ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പുണ്ട്. അത്രയും വലിയ ഹൈപ്പിൽ വന്നതുകൊണ്ട് തന്നെയാണ് ആ സിനിമ വലിയ വിജയമായി മാറിയത്. ഫസ്റ്റ് ഡേ തന്നെ എമ്പുരാൻ എന്ന സിനിമ നേടിയെടുത്ത കളക്ഷൻ 68 കോടി രൂപയാണ്. മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ. അതിനു മുൻപ് 20 കോടിയാണ് ഒരു സിനിമ ഫസ്റ്റ് ഡേ ഇതുവരെ കളക്ഷനായി നേടിയിട്ടുള്ളൂ. അപ്പോഴാണ് 68 കോടി എമ്പുരാൻ നേടിയെടുക്കുന്നത്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് അല്ല, മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. ആ മിക്സഡ് റെസ്പോൺസ് വെച്ച് എമ്പുരാന്റെ ഫൈനൽ കളക്ഷൻ അതുവരെയുള്ള എല്ലാ മലയാള സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ഒരു കളക്ഷൻ ആയിരുന്നു. ആ റെക്കോർഡ് ആ സമയത്ത് എമ്പുരാന്റെ പേരിലായിരുന്നു. ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറി. 265 കോടിക്ക് മുകളിൽ 250 കോടി കിടക്കുന്ന ആദ്യ സിനിമയായിട്ട് എമ്പുരാൻ മാറി. അത് എന്തുകൊണ്ടാണ്? സിനിമ മികച്ചതായതുകൊണ്ടാണോ? അല്ല, സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. പക്ഷേ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പും നല്ല രീതിയിലുള്ള പരസ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ ആ രീതിയിൽ കളക്ട് ചെയ്തത്. ഒരുപക്ഷെ സിനിമ മികച്ചതാണെങ്കിൽ 500 കോടിക്ക് മുകളിൽ നിസ്സാരമായി നേടിയെടുത്തേനെ. ഇവിടെ പാട്രിയറ്റ് എന്ന സിനിമ ഒരു മികച്ച സിനിമയാണ് എന്ന് തന്നെ വിചാരിക്കുക. എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും? കൂടിപ്പോയാൽ ഒരു 200 കോടി, അതിനപ്പുറത്തേക്ക് പോവില്ല. ഒരുപക്ഷെ ഹൈപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ, നല്ല രീതിയിൽ പരസ്യം കൊടുത്തിരുന്നു എങ്കിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് പ്രേക്ഷകർ ഈ സിനിമയെ അറിയുന്നത്, അവർ കുറച്ചെങ്കിലും ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം സിനിമയുടേതായിട്ട് ഒരു പരസ്യവും വരുന്നില്ല. ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ എല്ലാം കനത്ത പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ പോലും ഇവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ചിന്താഗതി, ഞങ്ങൾ നല്ലൊരു പ്രൊജക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കണ്ടാൽ മതി, നല്ല സിനിമയാണ്, വേണമെങ്കിൽ വന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു രീതി. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നല്ലൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് നന്നായി മാർക്കറ്റ് ചെയ്യാനും അറിയണം. പാട്രിയോട്ട് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിന് അതിനുള്ള കഴിവില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള അവരുടെ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശം പ്രൊമോഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. തിയേറ്ററുകാരുമായിട്ടുള്ള അവരുടെ എഗ്രിമെന്റ് അവിടെ തന്നെ കനത്ത പരാജയമായി മാറി എന്നുള്ളതാണ്. ആദ്യ ആഴ്ചയിലും 60%, രണ്ടാമത്തെ ആഴ്ചയിലും 60% വേണം എന്നുള്ളൊരു എഗ്രിമെന്റ്. ഇവർ പറയുന്നത് ഞങ്ങളുടെ പടത്തിന് വലിയ ബഡ്ജറ്റാണ്, 100 കോടിക്ക് മേലെ ബഡ്ജറ്റാണ്, 140 കോടി ബഡ്ജറ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ ഷെയർ ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ഇത്രയും ബഡ്ജറ്റ് മുടക്കി ഒരു സിനിമ എടുത്തെങ്കിൽ കുറച്ച് പ്രൊമോഷൻ ചെയ്താൽ എന്താണ് പ്രശ്നം? എമ്പുരാൻ ടീം ചെയ്തതുപോലുള്ള ഒരു പ്രൊമോഷൻ ഇവർ കൊടുത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ തിയേറ്ററുകാർ കണ്ണും പൂട്ടി സമ്മതിച്ചേനെ. അത്രയും വലിയ പടമാണ് വരുന്നത്, അവർക്ക് നഷ്ടമുണ്ടാവാൻ പാടില്ല, മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നേനെ. ഇതൊരു പരസ്യവും കൊടുക്കാതെ നല്ലൊരു സംഭവം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതിന് സപ്പോർട്ട് ചെയ്യുക? ആ സിനിമ മികച്ച സിനിമയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഒന്നും, അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 200 കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ മികച്ച ഹൈപ്പും നല്ല രീതിയിലുള്ള പരസ്യവും ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് 500 കോടിയൊക്കെ നിസ്സാരമായി നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള വിഷയം ഈ സിനിമയിൽ ഉണ്ട്, താരങ്ങളുമുണ്ട്. പക്ഷെ അവർ അത് ചെയ്യുന്നില്ല. വളരെ മോശമായിട്ടാണ് സിനിമയുടെ പ്രൊമോഷൻ പാട്രിയോട്ടിന്റെ പ്രൊഡക്ഷൻ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 ഏപ്രിൽ 2-നാണ് റിലീസ് ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പകുതി ബിസിനസ് പോലും ഈ പറയുന്ന പാട്രിയോട്ടിന് ഉണ്ടാവില്ല. പാട്രിയോട്ടിനെക്കാളും എത്രയോ മടങ്ങ് താഴെയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്, ദൃശ്യം 3യുടെ ബഡ്ജറ്റ്. പക്ഷെ ദൃശ്യം 3യുടെ ബിസിനസിന്റെ 1/4 പോലും ബിസിനസ് പാട്രിയോട്ടിന് നേടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അതിനെ മാർക്കറ്റ് ചെയ്യാനും അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് ആ സിനിമയ്ക്ക് മുടക്കിയ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ബിസിനസ്സിലൂടെ അത് തിരിച്ചു പിടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിൻ്റെ 1/4 പോലും ബിസിനസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. തിയേറ്റർ കളക്ഷനിലൂടെ ബാക്കി തുക പിടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പിടിക്കണമെങ്കിൽ സിനിമ 300 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുക്കണം. അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത് എങ്കിൽ.
എന്തായാലും ഇനിയെങ്കിലും നല്ല രീതിയിൽ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കട്ടെ. മലയാളത്തിൻ്റെ മഹാനടന്മാർ ഒന്നിക്കുന്ന സിനിമയാണ്. ആ രീതിയിലുള്ള ഒരു വലുപ്പം സിനിമയ്ക്കുണ്ട്. അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ടീമിൻ്റെ ജോലി. അതായത് പ്രേക്ഷകർക്ക് അറിയണം ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർക്ക് അറിയണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.